ഈ ഓവർ ഹൈപ്പ് ഒരു പ്രശ്നമാകുന്നുണ്ടോ? അത് ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു സംശയം ഉണ്ടാവും അല്ലെ, ഇത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ? നന്നായിട്ട് വരികയാണെങ്കിൽ ലാലേട്ടൻ നമ്മുടെയൊക്കെ ഒരു ഇതല്ലേ. അതെ, നമുക്ക് ലാലേട്ടന്റെ പടമല്ലേ, ഒരു പ്രതീക്ഷയുണ്ടല്ലോ. മേഡം ലാലേട്ടന്റെ നേര് കണ്ടായിരുന്നു? നേരെ കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊക്കെ മിസ് ചെയ്ത് കുറച്ച് 2-3 വർഷമായിട്ട് ലാലേട്ടന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾ ഇച്ചിരി പാളിയായിരുന്നു അല്ലെ? അതെ അതെ, തീർച്ചയായിട്ടും. അത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വലിയൊരു വിഷമമായിരുന്നു. എന്തായാലും നേര് ഒരു നല്ല ഗംഭീര തിരിച്ചുവരവ് തന്നെ ലാലേട്ടൻ നടത്തിയോണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനപ്പുറം ഇപ്പോഴും രാവിലത്തെ ഷോയ്ക്ക് വരെ ആൾക്കാരുണ്ട് ഈ സമയത്ത് വരെ. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ മലയക്കോട്ട് വാലിബൻ അതിന്റെ ന്യൂസൊക്കെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. എന്തായാലും അതും നമുക്ക് ഇതുപോലെ തന്നെ നല്ലൊരു പ്രതീക്ഷയുള്ള പടമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഏറ്റവും ഹൈപ്പ് പടങ്ങളിലൊന്ന് ലൂസിഫർ 2-ഉം ഇതുപോലെ ഈ മലയക്കോട്ടുമാണ്. അതെ, അപ്പോ ആകാംക്ഷയാണ്. തീർച്ചയായിട്ടും നേര് പോലെ തന്നെ അതിലും ഉപരി മുകളിൽ എത്തട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാലേട്ടന്റെ പടമല്ലേ, ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ഈ ലാലേട്ടന്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ പരാജയപ്പെട്ടപ്പോ വിഷമമായിരുന്നു. എങ്ങനെയായിരുന്നു? നിങ്ങളൊക്കെ ഒരുപാട് ചെറുപ്പം മുതലേ ലാലേട്ടന്റെ പടങ്ങൾ കണ്ടാണല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ ലാലേട്ടന്റെ പടമാണ് എന്നെ സിനിമയിൽ എത്തിക്കാനോ എനിക്ക് കൂടുതലും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുന്നത് തന്നെ ലാലേട്ടന്റെ പടം ചിത്രം സിനിമ കണ്ടപ്പോൾ മുതലാണ്. അപ്പൊ അങ്ങനെ സിനിമയിലേക്ക് ഒരു ചുവടുവെപ്പ് തന്നെ ലാലേട്ടനെ കണ്ടിട്ടാണ്. ഇൻസ്പിറേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ ലാലേട്ടൻ നമ്മുടെയൊക്കെ ഒരു ഇതല്ലേ. അതെ. ഇപ്പൊ മലയക്കോട്ട് വാലിബൻ അതെന്താണ് പറയാനുള്ളത്? മലയക്കോട്ട് വാലിബൻ ജിജോ ആളുടെ പടം നമുക്കറിയാലോ. എങ്ങനെയായാലും എന്തെങ്കിലും വ്യത്യസ്തത നമുക്ക് ഓരോ പടങ്ങളും നമുക്ക് വെറൈറ്റി ആയിട്ട് മുമ്പ് ഇറങ്ങിയ പടങ്ങളുടെ എല്ലാം അനുഭവം വെച്ചിട്ട് എന്തായാലും നമ്മൾ ആ ഹൈപ്പ് കിട്ടിയതിനനുസരിച്ച് എന്തായാലും നമുക്ക് ആ പടത്തിൽ ഉണ്ടാവും, ഉറപ്പിക്കാം. എല്ലാരും പ്രതീക്ഷിച്ച മലയക്കോട്ട് ആയിരിക്കും കംബാക്ക്, പക്ഷെ അതിനു മുമ്പ് തന്നെ നേര് വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് വന്നത് അല്ലെ? അതെ അതെ അതെ. വാലിബൻ പല റെക്കോർഡുകളും തൂക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, വാലിബൻ നമ്മൾ ഈ അത്രയും സിനിമയെ പഠിച്ചിട്ടിറങ്ങിയ ഒരു ആളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്നത്. മലയാള സിനിമയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധ നേടിക്കൊടുത്ത ഒരു ഡയറക്ടറാണ്. അപ്പൊ അത്രയും വലിയ ഡയറക്ടർ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ, ലാലേട്ടനെ പോലെ ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ട് ചുമ്മാ എന്തെങ്കിലും ചെയ്തു വെക്കില്ല. ലാലേട്ടന്റെ ചെറിയൊരു പടം തന്നെ ഇപ്പൊ 75-80 കോടി മുകളിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് നേര് അല്ലെ? അപ്പൊ മലയക്കോട്ട് വാലിബന് മുമ്പ് ഈ നേര് എന്ന് പറഞ്ഞ പടത്തിന് ഇത്രത്തോളം ആൾക്കാരെ കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിബൻ എന്തായിരിക്കും പ്രതീക്ഷ? ഒരു അണ്ണനൊരു ഫാൻ എന്ന നിലയിൽ എനിക്ക് നേരെ വളരെ ഇഷ്ടപ്പെട്ടു. നേരെ പഴയ മോഡലും ഒരുപാട് അഭിനയിച്ച റോളാണ്. പക്ഷെ എനിക്ക് ലാലേട്ട് പറയാനുള്ളത്, ഈ മാസ് ഫിലിം ചെയ്യുന്നപ്പം ഇങ്ങനത്തെ നേരുപോലെ ക്ലാസ് നല്ല ചെയ്യണം, വെറൈറ്റി ജോണർ. പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന മിക്കപ്പോഴും മാസാണ്. മലയക്കോട്ട് വാലിബൻ എനിക്ക് അറിയില്ല, എനിക്ക് വെട്ടിയാൻ പറ്റില്ല എങ്ങനത്തെ ഫിലിമാണ്. ഇപ്പൊ മലയക്കോട്ട് വാലിബൻ 300 കോടിയൊക്കെ അടിക്കപ്പെടുന്നതാണ് പറയുന്നത്. നന്നായി വരികയാണ് 300 കോടി അടിക്കും. 300 കോടി വരികയാണെങ്കിൽ എങ്ങനെ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അല്ല, ഇപ്പൊ ഈ നേരെന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പടം ഒരു 80 കോടി മുകളിൽ ഇപ്പൊ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ OTT ബിസിനസ് സെയിൽ എല്ലാം കൂടെ അനുസരിച്ച് 100 കോടി മുകളിൽ എന്തായാലും പോകും. ആ ഒരു ചെറിയ പടം മോഹൻലാൽ ഇത്രത്തോളം കയറ്റാൻ പറ്റുന്ന വാലിബന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ 2 മൂവിയാണ്. ഒരു ക്ലാസ് മൂവിയാണ്. വാലിബൻ കാണാൻ കുറച്ചുകൂടെ മാസാണ്. അപ്പൊ ലിജോ ചെയ്തോണ്ട് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിരിക്കും. ഈ ഓവർ ഹൈപ്പ് ഒരു പ്രശ്നമാകുന്നുണ്ടോ? അത് ഈ ബിഗ് ബഡ്ജറ്റ് പ്രൊഡക്ഷന് ഹൈപ്പ് വേണം. കാരണം അവർക്ക് സിനിമ മോശമാണെങ്കിൽ 3 ദിവസത്തെ കണക്ഷൻ വേണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൂട്ടുകൊടുക്കും. ചെറിയ പടങ്ങൾക്ക് ഹൈപ്പ് വേണ്ട, പക്ഷെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് ഹൈപ്പ് വേണം. അല്ലെങ്കിൽ പടം മോശമായി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ കുത്തുകൊടുക്കും. ഇതിപ്പോ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിരിക്കും മലയക്കോട്ട് വാലിബൻ. നന്നായിട്ട് വരികയാണെങ്കിൽ 300 കോടി ഉറപ്പാണ്. അതെ, നന്നായിട്ട് കളട്ടി കട്ട പ്രതീക്ഷയാണ്. എനിക്കിപ്പോ ട്രെയിലറും ടീച്ചറും കണ്ടിട്ട് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല എങ്ങനെയാണ്. കാരണം ലിജോയുടെ എല്ലാ പടവും നല്ലതാണ്, പക്ഷെ ലിജോയുടെ എല്ലാ പടവും ഓടിയിട്ടില്ല. ഇത് ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു സംശയം ഉണ്ടാവും അല്ലെ, ഇത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ? ഒരു ഓഡിയൻ പോലെ എല്ലാ ഒരു എന്തെങ്കിലും ഡിഫറെന്റ് മൂവിയാണ്. എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല.